ഒന്നോ രണ്ടോ വയസ്സിനിടയിൽ മണ്ണോ കല്ലോ പെയിന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത പല വസ്തുക്കളും കഴിച്ചു നോക്കിയിട്ടില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലേ? ആ വസ്തുക്കളോടുള്ള കൗതുകവും അവ എങ്ങനെ ഉപയോഗിക്കേണ്ടതാണെന്ന് അറിയാത്തത് മൂലമുള്ള പ്രശ്നങ്ങളുമാണ് ഇത്തരത്തിലുണ്ടാകുന്നതിനുള്ള കാരണം. എന്നാൽ ഈ അവസ്ഥ അനിയന്ത്രിതമായി തുടരുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. പൈക്ക എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത്. ഭക്ഷണമാക്കാൻ പാടില്ലാത്തതോ പോഷകമൂല്യങ്ങൾ ഇല്ലാത്തതോ ആയ വസ്തുക്കൾ കഴിക്കാനുള്ള ആസക്തിയെയാണ് പൈക്ക എന്നറിയപ്പെടുന്നത്. 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണയായി ഈ ഭക്ഷണ ക്രമക്കേട് കാണാറുള്ളത്. നേരത്തെയുള്ള രോഗനിർണയവും കൃത്യമായ ചികിത്സയും ഉണ്ടെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഇതിന് നിരന്തരമായ ഫോളോ അപ്പുകൾ ആവശ്യമാണ്. മണ്ണ് വാരി കഴിക്കുക, ചെളി, ചോക്ക് കഷ്ണം എന്നിവ നാവിൽ തൊട്ടു നോക്കുക, അല്ലെങ്കിൽ ചുമരിലെ പെയിന്റിൽ ഒന്ന് നക്കി നോക്കുക എന്നിവയൊക്കെയാണ് പൈക്കയുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. പെയിന്റും മറ്റും ശരീരത്തിൽ അടിഞ്ഞുകൂടി ചിലപ്പോൾ വിഷബാധയിലേക്ക് നയിച്ചേക്കും എന്നതാണ് ഇതിലുണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. കൂടാതെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള കുട്ടികളിൽ സ്ഥിരമായി കാണും. എന്നാൽ സമാനമായ പ്രശ്നങ്ങൾ കുട്ടികളിലോ യുവാക്കളിലോ കാണപ്പെടുകയാണെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അവ എത്രയും പെട്ടെന്ന് തന്നെ കൗൺസിലിങ്ങിലൂടെയോ മറ്റോ ഭേദമാക്കുകയും വേണം. കൂടാതെ അത്തരക്കാർക്ക് ചില മാനസിക വിലയിരുത്തലുകളും ഡോക്ടറുടെ നിർദ്ദേശങ്ങളും ആവശ്യമായി വരും. കുട്ടികളിൽ പൈക്ക കണ്ടുപിടിക്കുന്നതിനായി പ്രത്യേക ഡയഗ്നോസ്റ്റിക് പരിശോധനകളോ മറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അവരുടെ മാതാപിതാക്കളിൽ നിന്നും കൃത്യമായ ചരിത്രവും മറ്റ് വിശദാംശങ്ങളും കേട്ടറിഞ്ഞതിന് ശേഷമായിരിക്കും പൈക്കയാണോ എന്ന് നിർണ്ണയിക്കുക. ചില കുട്ടികളിൽ പെരുമാറ്റ വൈകല്യങ്ങൾ മൂലവും പൈക്ക സംഭവിച്ചേക്കാം. ഇത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരിക്കും. വളരെയധികം ശ്രദ്ധയും ആവശ്യമാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നതനുസരിച്ച് പോഷകാഹാരക്കുറവ്, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളുടെ കുറവ് എന്നിവ മൂലമായിരിക്കും ചില കുട്ടികളിൽ ഇത് കാണപ്പെടുന്നത്. ഒരു കുട്ടി 1 മാസത്തിലേറെ കാലം ചോക്ക്, മണ്ണ്, മറ്റ് ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ എന്നിവ കഴിക്കുന്നതിൽ സ്ഥിരമായി ഏർപ്പെടുകയാണെങ്കിൽ നിർബന്ധമായും എത്രയും പെട്ടെന്ന് ഒരു ശിശുരോഗ വിദഗ്ധന്റെ നിർദ്ദേശം തേടണം. ഓട്ടിസം മൂലവും ചില കുട്ടികളിൽ പൈക്ക സംഭവിക്കാവുന്നതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നതനുസരിച്ച് മാനസിക വൈകല്യമുള്ള കുട്ടികൾ, ഓട്ടിസം, സ്കീസോഫ്രീനിയ എന്നിവയുള്ള കുട്ടികളിലാണ് പ്രധാനമായും പൈക്ക സംഭവിക്കുന്നത്. ഇനി ഇതിന്റെ ചികിത്സ എത്തരത്തിലുള്ളതാണെന്ന് നോക്കാം. ഇരുമ്പ്, സിങ്ക് എന്നീ സപ്ലിമെന്റേഷനുകൾ നൽകുന്നതും ദഹന വ്യവസ്ഥയെ വൃത്തിയാക്കുന്നതിനായുള്ള ചില നടപടിക്രമങ്ങളും ഇതിലെ പ്രധാന ഘടകങ്ങളാണ്. പൈക്കയുള്ള ചില കുട്ടികളിൽ ചിലപ്പോൾ രക്തക്കുറവും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ 2-3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇത് വളരെയധികം മെച്ചപ്പെടും. മരുന്നുകളും പോഷകാഹാരങ്ങളും ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് ശേഷം കുട്ടികളുടെ ശരീരഭാരവും മികച്ച രീതിയിൽ മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ്. ഈ സപ്ലിമെന്റുകളാവട്ടെ അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യമായിരിക്കും മെച്ചപ്പെടുത്തുക. ഹെൽത്ത് ആൻഡ് വെൽനസ് യാത്രയിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് വെബ്സൈറ്റ് സന്ദർശിക്കും.